ശ്രീ ടി ടൈസൺ മാസ്റ്റർ, അങ്ങേക്ക് 10 മിനിറ്റ്. സർ, ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് റിലേക്കർ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ സർവാത്മന പിന്തുണയ്ക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കടുത്ത അവഗണനയെ തുടർന്ന് സാമ്പത്തിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന സമയത്തും ഇടതുപക്ഷ സർക്കാരിൻ്റെ ഉൾക്കാഴ്ചയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുന്ന നയപ്രഖ്യാപനമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ജനവിധി തേടുന്ന സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കി സമൂഹത്തോട് സംവദിക്കുന്ന മഹത്തായ പ്രക്രിയ അനസ്യൂതം തുടരുകയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനുള്ള ഏറ്റവും നല്ല മാതൃകയായി നമ്മുടെ കേരളം മാറുകയാണ്. വിവരങ്ങൾ ഗുണഭോക്താവിൻ്റെ അടുത്തേക്ക് എത്തുന്ന തരത്തിൽ ചെറുവിരലണക്കിയാൽ ഞൊടിയിട കൊണ്ട് പ്രശ്നപരിഹാരം തേടാവുന്ന തരത്തിൽ നമ്മുടെ IT മേഖല നന്നായി വികസിച്ചിട്ടുണ്ട്. ഇതിലൂടെ പൊതുസേവകർ, ഉദ്യോഗസ്ഥർ ഒക്കെ മുഖേന സർക്കാരിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ ഔദാര്യമല്ലെന്നും ഓരോരുത്തരുടെയും അവകാശമാണെന്നും ജനങ്ങളെ ബോധവാന്മാരാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നേറുന്നത്. രേഖകൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുകയും ഭരണ സംവിധാനം പൂർണ്ണമായും ഈ ഓഫീസിലേക്ക് മാറുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പുരോഗതി, പൊതുജന പരാതി ഉൾപ്പെടെയുള്ളത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സാക്ഷ്യപത്രങ്ങളും ഓൺലൈൻ മാതൃകയുടെ വിതരണം ചെയ്യുന്ന റവന്യൂ വകുപ്പ് ഇതിനോടകം 10 കോടി സാക്ഷ്യപത്രങ്ങളാണ് ഈ സംവിധാനങ്ങൾ വഴി വിതരണം ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു നേട്ടമായി ഏത് സർക്കാരിനെ സംബന്ധിച്ചും വിലയിരുത്തപ്പെടുമെന്നത് ഉറപ്പാണ്. മാത്രമല്ല, നമ്മുടെ പട്ടയ വിതരണത്തെ സംബന്ധിച്ച്, സർവേ സംബന്ധിച്ച്, ഭവന നിർമ്മാണ ബോർഡിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അങ്ങനെ നിരവധിയായ മേഖലകളിൽ നല്ല കുതിച്ചുചാട്ടം ഈ സംസ്ഥാനം സാക്ഷ്യം വഹിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, പൊതുവിതരണ സമ്പ്രദായം, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലെല്ലാം കേരളത്തിൻ്റെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ നേരത്തെ ശ്രീ നെല്ലിക്കുന്ന് സൂചിപ്പിച്ചത് ഉൾപ്പെടെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, യാതൊരു വിവേചനമില്ലാതെ ഒരുമിച്ച് ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സാമൂഹ്യക്ഷേമ ചെലവുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന വികസന നയമാണ് കേരള സംസ്ഥാന ഗവൺമെന്റ് മുഖമുദ്ര. അതുകൊണ്ട് തന്നെ മിക്കവാറും വായ്പ എടുക്കുന്നതിൻ്റെ ആവശ്യം ഒക്കെ കൂടുതൽ അനുഭവിക്കുന്ന സർക്കാരാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ നടപ്പാക്കുന്നതിനെതിരായിട്ടുള്ള ഘടകവിരുദ്ധമായിട്ടുള്ള സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. വായ്പ എടുക്കുന്ന പണം സാമൂഹ്യക്ഷേമ പരിപാടികൾക്ക് ഉപയോഗിച്ചു കൂടാ എന്ന് പോലും ഇവർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കടമെടുത്തുകൊണ്ടാണെങ്കിൽ പോലും ഈ സംസ്ഥാനത്തിന്റെ ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഈ ഗവൺമെന്റ് ഏതറ്റം മുമ്പോട്ട് പോകും എന്ന് ഉറപ്പ് വരുത്തുന്ന പരിപാടികൾ തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഏറ്റെടുക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ ഗവർണർ സൂചിപ്പിക്കുന്നു. അതാണ് ഗൗരവമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഈ സംസ്ഥാനത്തിന് ആവശ്യമുണ്ട്. അതിനൊരു പണം തടസ്സമായി കൂടാ. അത് ഏതു മാർഗത്തിലൂടെയും ആ പണം ആർജിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകുന്നു എന്നതിന്റെ കൂടി ഒരു സൂചനയാണ് നമ്മുടെ ഈ നയപ്രഖ്യാപന പ്രസംഗമെന്ന് കരുതുകയാണ്. സംസ്ഥാനത്തിന് പ്രത്യേക റെയിൽവേ സോൺ, എയിംസ് ആശുപത്രി തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ, അതിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും കേന്ദ്രം അനുവദിക്കുന്നുണ്ടോ? കണ്ണൂർ വിമാനത്താവളത്തിന്റെ വികസനത്തിന് അനിവാര്യമായ പോയിന്റ് ഓഫ് കോൾ പദവി നൽകാൻ എത്രയോ വട്ടം നമ്മൾ ശ്രമിച്ചു, എന്നിട്ടും കേന്ദ്രം തയ്യാറാകുന്നുണ്ടോ? ഈ പദവി ലഭിച്ചാൽ മാത്രമേ വിദേശ വിമാന കമ്പനികൾക്ക് കണ്ണൂരിൽ നിന്ന് സർവീസ് തുടങ്ങാനാകൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനുള്ള അനുവാദമില്ല എന്നുള്ളതാണ് പ്രശ്നം. കഴിഞ്ഞ ദിവസം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ വിഭാഗം പുറത്തുവിട്ട പഠന റിപ്പോർട്ട് കേന്ദ്ര അവഗണനയുടെ കരാളമായ മുഖം ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുന്നതാണ്. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ധനകമ്മീഷൻ ഗ്രാന്റിൽ കേന്ദ്രം വൻ കുറവ് വരുത്തിയെന്നാണ് പഠന റിപ്പോർട്ട്. നേരത്തെ ഉണ്ടായിരുന്ന 3.9% ഇപ്പോൾ 1.9% കുറച്ചു. അതുകൊണ്ട് മാത്രം ഏകദേശം 18,000 കോടി രൂപയുടെ കുറവാണ് നമ്മുടെ വരുമാനത്തിനുണ്ടാകാൻ പോകുന്നത്. ഇതെങ്ങനെ ഒരു കൊച്ചു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിന് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് പ്രതിപക്ഷമെങ്കിലും കർശനമായി ചോദിക്കണ്ടേ? ആ അർത്ഥത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകണ്ടേ?
നമുക്ക് ഒരുമിച്ച് നിന്ന് ഇതിനെ എതിർക്കണ്ടേ? നമുക്ക് അർഹമായിട്ടുള്ള സമ്പത്ത്, കേരളത്തിന്റെ സമ്പത്ത്, സാമൂഹ്യക്ഷേമ പുരോഗതിക്ക് ഉതകുന്ന ഫലപ്രദമായി ചെലവിടേണ്ട സമ്പത്ത് നമുക്ക് ലഭിക്കണമെന്ന കാര്യത്തിൽ ഒരു കൂട്ടായിട്ടുള്ള പരിശ്രമത്തിന് പകരമാണ് അപ്പുറത്ത് നിന്ന് BJP-യോടൊപ്പം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ആ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ ഇവിടുത്തെ UDF ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ കഷ്ടകരമാണ്. കേന്ദ്ര അവഗണനയുടെ ഏറ്റവും ക്രൂരമായ മുഖം കൂടി നമ്മൾ കണ്ടു. വയനാട് കണ്ടല്ലോ. രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഒന്നാണ്, എല്ലാവരും സമ്മതിച്ചു. ദുരന്തമുണ്ടായി 11-ാം ദിവസം പ്രധാനമന്ത്രി വന്നു, സംഭവ സ്ഥലത്തെത്തി. അദ്ദേഹം കേരളത്തിൽ നല്ല പദ്ധതികൾ പ്രഖ്യാപിക്കും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുമെന്ന് കൽപ്പറ്റയിൽ ചേർന്ന അവലോകന യോഗത്തിൽ സൂചിപ്പിച്ചു. പക്ഷേ ഒരു കാര്യവും നടന്നില്ല. വലിയ രീതിയിൽ എല്ലാവരും ഇടപെട്ട് അവസാനം ഹൈക്കോടതി പോലും ഇടപെട്ടിട്ടും ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കേന്ദ്രത്തിൽ കേരള നിവേദനം കൊടുത്തിട്ടും കേരള ജനതയെ അപമാനിക്കുന്ന സമീപനമാണ് ഇക്കാര്യത്തിലെടുത്തത്. ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ ഉയരുന്നൊരു മുദ്രാവാക്യമുണ്ട്, കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നാണ്. കേരളം എന്താ ഇന്ത്യ എന്നുള്ള മുദ്രാഗീതം സാധാരണക്കാരുടെ ചെവിട്ടിൽ പോലും എത്തുന്ന തരത്തിലേക്കുള്ള വിവേചനം കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുകയാണ്. അതൊരു തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മഴക്കെടുതി ഉണ്ടായ ത്രിപുര 40 കോടി കൊടുത്തു. ആന്ധ്രാപ്രദേശ്, തെലങ്കാന 3448 കോടി കൊടുത്തു. ഇത് ഔദ്യോഗികമായി ഇവർ ഒരു ചെറിയ കത്ത് പോലും ചോദിച്ച് അല്ല വാങ്ങിയതെന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്. മാത്രമല്ല ബീഹാറിന് നേരത്തെ 11,500 കോടി രൂപ മുൻകൂറായി കൊടുക്കാൻ പോലും അവർ തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ വിവേചനം നമുക്ക് മനസ്സിലാകാം. നിതീഷ് കുമാർ എന്ന ഊന്നുവടിയുടെ പിന്തുണയോടുകൂടിയാണ് മോദി സർക്കാർ നിലനിൽക്കുന്നതൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ പോലും ഈ രാഷ്ട്രീയ വിവേചനത്തിന്റെ അതിര് കടക്കുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് പെരുമാറുന്നു നമുക്ക് മനസ്സിലാകാം. ഇത് പറയുന്ന സന്ദർഭത്തിൽ ഈ NDRF-ന് വേണ്ട കത്ത് നൽകിയില്ല എന്ന് പറയുന്ന അതേ അമിത്ഷാ പറയുന്ന അതേ സമയത്താണ് പ്രിയങ്ക ഗാന്ധിയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇത് വേണ്ട നിവേദനം കേരള സർക്കാർ കൊടുത്തിട്ടില്ല എന്നത്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിനേറ്റ ഇരട്ട പ്രഹരമാണ് എന്ന് എല്ലാവരും വിലയിരുത്തുകയാണ്. സാമൂഹ്യക്ഷേമ പരിപാടികൾ നടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഉണ്ടാകുന്ന എല്ലാത്തരം സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേന്ദ്രം അതിന്റെ എല്ലാ പരിപാടികളും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. വരുന്ന അധിക വിഭവ സമാഹരണം നമുക്ക് എങ്ങനെ നടത്താൻ ഓരോ ഡിപ്പാർട്ട്മെന്റ് കഴിയും എന്നതിന്റെ വലിയ രീതിയിലുള്ള ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. CAG-യുടെ റിപ്പോർട്ടിൽ കേരളത്തിന്റെ വളർച്ചയെ രേഖപ്പെടുത്തുന്നത് അങ്ങനെയാണ്. സംസ്ഥാന ഭരണം എത്രത്തോളം മികച്ചതാണെന്നതിന്റെ നല്ല ഉദാഹരണമാണ്. 128 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 58 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭം ഇരട്ടിയായി എന്ന് വിലയിരുത്തുകയാണ്. അത് മാത്രമല്ല അതിന്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി സംബന്ധിച്ച് ഇത് ഓരോ കൊല്ലം തോറും വർദ്ധിക്കുന്ന സംബന്ധിച്ച് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം കുറച്ചുകൊണ്ടുവരുന്നത് ഇപ്പോൾ 1874 കോടി രൂപ ആ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കടം കുറഞ്ഞു വന്നു എന്ന് പറയുന്നു. KSRTC ആണ് അതിൽ ഇപ്പോഴും വേണമെങ്കിൽ ആ അർത്ഥത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്തത്. എന്നാൽ പോലും വളരെ ആശാദീപകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ KSRTC നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ വെക്കുകയാണ്. 2024-25 വർഷത്തിൽ നമ്മുടെ കേരളത്തിലെ പൊതുമേഖല രാജ്യത്തിന് തന്നെ ഒരു മാതൃക ആയിട്ടുള്ള പൊതുമേഖലാ പ്രസ്ഥാനങ്ങളുടെ നാടായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ എന്തെല്ലാം പരിപാടികളാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാന വർഗത്തിന് വേണ്ടി നടത്തുന്നത്. ഭവനമില്ലാത്തവരുടെ പ്രശ്നം, അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കുട്ടികളെ നന്നായി പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പട്ടയം, അതുപോലെ രംഗത്തുള്ള പ്രശ്നം, നിരവധിയായിട്ടുള്ള കാര്യങ്ങളിലുള്ള നമ്മുടെ ശ്രദ്ധ വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ വ്യവസായ വകുപ്പ് ടോപ്പ് അച്ചീവേഴ്സ് അവാർഡ് നേടിയ അഭിമാനകരമായ നേട്ടം നേടിയ വർഷമാണ്. എത്രയോ മറ്റ് ഗുജറാത്ത് ഉണ്ടായിരുന്നില്ലേ, ആന്ധ്രാപ്രദേശ് ഉണ്ടായില്ലേ, മറ്റു പല സംസ്ഥാനങ്ങളുണ്ടായില്ലേ. എന്നിട്ടും എന്താ ഈ കേരളത്തിന് സംസ്ഥാനമായ കേരളത്തിന് അതിന്റെ എല്ലാ തരത്തിലുള്ള ആർജവത്തോടു കൂടിയുള്ള ഭരണം എത്തുന്നതുകൊണ്ട് മാത്രം നമുക്കത് നേടാനായത് എന്നുകൂടി നോക്കണം. കേരളത്തിൽ ഭൂരഹിതരില്ലാത്ത സംസ്ഥാനമായി മാറ്റാനുള്ള നല്ല ശ്രമം അതിന്റെ ഭാഗമാണ്. മാത്രമല്ല പ്രവാസികളായിട്ടുള്ള നമ്മുടെ എപ്പോഴും പറയും നമ്മുടെ നാടിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് പ്രവാസികൾക്ക് വേണ്ടിയുള്ള നിരവധിയായിട്ടുള്ള സ്കീമുകൾ, നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട് ഫോർ റിട്ടേൺ എമിഗ്രന്റ് സ്കീം, അതുപോലെ തന്നെ റീ ഇന്റഗ്രേഷൻ അസിസ്റ്റൻസ്, അതുപോലെ ബന്ധപ്പെട്ട ശുഭയാത്ര പ്രവാസവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏറ്റവും അവസാനം നമ്മുടെ റവന്യൂ വകുപ്പ് പ്രത്യേകമായൊരു പോർട്ടൽ
അവിടെ ഇരുന്ന് പോലും വിദേശത്ത് നിന്ന് പോലും അവരെ മറ്റു കാര്യങ്ങളെല്ലാം നടത്താൻ കഴിയുന്ന രീതിയിൽ വികസിപ്പിച്ചിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള അത്തരം കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉണ്ട്, ദുരിതം അനുഭവിക്കുന്ന പ്രവാസികളെ സഹായിക്കാൻ. ആ ഫണ്ടിൽ നിന്ന് ഒരു ചെറിയ സംഖ്യയെങ്കിലും കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി തരേണ്ടതല്ലേ? അത്തരം നിഷേധാത്മകമായിട്ടുള്ള നയം സ്വീകരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നിർത്തുകയാണ്. ആരെന്തൊക്കെ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയാലും നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും. ആ അർത്ഥത്തിലുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് നമ്മുടെ ഗവർണർ ഇവിടെ നിയമസഭയിൽ വെച്ചത്. എന്തിനേറെ പറയുന്നു, മതസ്പർദ്ധയില്ലാത്ത, വർഗീയ ലഹളയില്ലാത്ത, സമാധാനപരമായ ഒരു ജീവിതം എല്ലാവർക്കും നയിക്കാവുന്ന ശാന്തസുന്ദരമായ ഒരു കേരളമായി നമ്മുടെ സംസ്ഥാനം തുടരുന്നുവെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ പങ്ക് തന്നെയാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെ സർക്കാർ കേരള ജനങ്ങൾക്കൊപ്പമാണ് എന്നത് വീണ്ടും ഉറപ്പിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗത്തെ ഒരിക്കൽ കൂടി സർവാത്മന പിന്തുണയ്ക്കുന്നു.